Good morning, ma'am. Good morning, ma'am. Good morning. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നോക്കിയിരുന്ന ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അയച്ചു നോക്കിയാ? നോക്കിയിരുന്നോ? എന്താണ് ആരും റിപ്ലൈ തരാത്തെ? ഓക്കെ, ഇതിൽ ഡൗട്ട്സ് വല്ലതുണ്ടോ? ക്ലിയർ ആയോ? വോയിസ് എക്കോ ഉണ്ടോ? എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടോ? ക്ലിയർ ആവുന്നില്ല മാമിന്റെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ് മാഡം. ഓക്കെ, കഴിഞ്ഞ ദിവസം അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ത്രൂ ഒ പി ഡി വഴി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വഴി IPDയിലേക്ക് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, അഡ്മിഷന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ എടുത്തത്. അതെല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? 9 പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ടായില്ലേ? 9 പ്രൊസീജിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ, അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി സെക്ഷനിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്തായിരിക്കും അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആദ്യം എന്തായിരിക്കും? ഒരു പേഷ്യന്റിനെ ആംബുലൻസിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എൻട്രൻസിലെത്തി. അടുത്ത പ്രൊസീജിയേഴ്സ് എന്തായിരിക്കും? അടുത്ത പ്രൊസീജിയേഴ്സ്? ഒന്ന് മാച്ച് ചെയ്ത് പറ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. ആദ്യം എന്ത് ചെയ്യും? എൻക്വയറി ചെയ്യും പേഷ്യൻസ്, രജിസ്ട്രേഷൻ. ഓക്കെ, അതിക്ക് മുമ്പ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകണ്ടേ? ചിലപ്പോൾ ആക്സിഡന്റ് പറ്റി, അതല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നല്ല, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ അവരെന്ത് ചെയ്യാം? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്ട്രക്ചറിൽ കടത്തിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കയറ്റുകയാണ് ചെയ്യുക. അതിനുശേഷമാണ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാം? എമർജൻസി ഹോസ്പിറ്റലിലെ എൻട്രൻസിൽ ഒരു എമർജൻസി പേഷ്യന്റിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അറിവ് കിട്ടിയാൽ എന്ത് ചെയ്യാം? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വാർഡ് ബോയ്സിനെ അല്ലെങ്കിൽ അറ്റൻഡറിനെ വിവരം അറിയിക്കുക. എന്നപ്പോ അവരെന്ത് ചെയ്യും? എമർജൻസി ആംബുലൻസിൽ നിന്ന് എമർജൻസി സെക്ഷനിലേക്ക് ഈ പേഷ്യന്റിനെ സ്ട്രക്ചറിൽ കൊണ്ടുപോകും. അതിനുശേഷം എന്ത് ചെയ്യണം? മെഡിക്കൽ ഓഫീസർ അല്ലെ, ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അറ്റ് എ ടൈം ആ സമയത്ത് ആരാണോ ഡ്യൂട്ടിയിലുള്ളത് ആ മെഡിക്കൽ ഓഫീസറെ, ആ ഫിസിഷ്യൻ എന്താണ്? വിവരം അറിയിക്കണം. അതിനുശേഷം എന്ത് ചെയ്യും? ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും?
ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നേ? ആ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യൂലേ, പേഷ്യന്റിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ചെക്കപ്പ് ചെയ്യും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പേഷ്യന്റിനുള്ളതെന്ന് ഡോക്ടർ ഒന്ന് എക്സാമിൻ ചെയ്യും. എന്നിട്ട് എന്ത് പറയും? പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയും. ചിലപ്പോ എന്താണ് പേഷ്യന്റിനെ ICUയിലേക്ക് അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് ഒക്കെ മാറ്റേണ്ടതായിട്ട് വരും, ആ പേഷ്യന്റിന്റെ ക്രിട്ടിക്കൽ കണ്ടീഷന് അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷന് അനുസരിച്ച്. ക്ലിയർ ആയോ? അതിനുശേഷം എന്ത് ചെയ്യും? അതില്ലെങ്കിൽ വാർഡിലേക്ക്, അതിന് ജനറൽ ആയിട്ട് മിക്കവാറും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ICUയിലേക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് എന്താണ് പേഷ്യന്റിനെ രജിസ്ട്രേഷൻ IPDയിലേക്ക് അല്ലെ, ആ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കിയില്ലേ, ICUയിൽ കിടത്തുക എന്നുള്ളത് എന്താണ്, അവിടെ അഡ്മിറ്റ് ആക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിനുശേഷം പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ IPDയിലേക്കുള്ള രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് നടത്താൻ പറയും. എന്ത് ചെയ്യും? അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടന്ന്, അപ്പൊ എന്ത് ചെയ്യും? അവിടെ നിന്ന് എന്ത് ചെയ്യണം? അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടന്നു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് എന്ത് ഫോമാണ് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ അഡ്മിഷൻ കൺസേൺ ഫോം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? കൺസേൺ ഫോം അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റില് അഡ്മിഷൻ സെക്ഷനിൽ എന്ത് ചെയ്യും? കൺസേൺ ഫോം സൈൻ ചെയ്യിച്ച് വാങ്ങിച്ചിട്ട് അവർക്ക് അതിനോട് എന്താണ് റിലേറ്റീവ്സിന് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫാമിലിക്ക് എന്ത് പറഞ്ഞു കൊടുക്കും? ആ കൺസേൺ ഫോം എന്തിനു വേണ്ടി, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൺസേൺ ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എങ്ങോട്ടാണ്? വാർഡിലേക്കാണോ ICUയിലേക്കാണോ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ഈ ഡോക്ടർ ഓർഡർ കൊടുക്കും, പറയും, ഓഫീസ് പറയും, ഷിഫ്റ്റ് ചെയ്തോളാൻ പറയും. അതെയും എന്ത് ചെയ്യണം? ഈ പേഷ്യന്റിനെ എമർജൻസി സെക്ഷനിൽ നിന്ന് വാർഡിലേക്കാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണേ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന വാർഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്ത് ചെയ്യണം? അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അല്ലെ, ആ വാർഡില് ആരുണ്ടാവും? ഒരു നേഴ്സ് ഉണ്ടാവും അല്ലെ, ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, ഒരു ഡോക്ടർ ഉണ്ടാവും ആ വാർഡില് കാര്യങ്ങൾ നോക്കുന്നതിനായിട്ട്. അപ്പൊ ആ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം? ആ പേഷ്യന്റിന്റെ ഫയല് റിസീവ് ചെയ്യണം, ആ പേഷ്യന്റിനെയും അവരുടെ ഫയൽ എന്താണ് റിസീവ് ചെയ്യണം. ക്ലിയർ ആയോ? അതെന്ത് ചെയ്യാം? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ എൻട്രൻസിലേക്ക് എമർജൻസി സെക്ഷനിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞാൽ എന്ത് ചെയ്യാം? അവിടുത്തെ വാർഡ് ബോയ്സിനെ അല്ലെങ്കിൽ അറ്റൻഡറിനെ വിവരം അറിയിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റിനെ നല്ല രീതിയിൽ എന്താണ് ഹോസ്പിറ്റലിലെ എമർജൻസി സെക്ഷനിലേക്ക് കയറ്റി കിടത്തുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം എമർജൻസി സെക്ഷനിലേക്ക് കിടത്തി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യാം? മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. മെഡിക്കൽ ഓഫീസർ വന്നിട്ട് എന്ത് ചെയ്യും? എക്സാമിൻ ചെയ്യൂലേ, പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യും. എന്നിട്ട് ഡോക്ടർ പറയും പേഷ്യന്റിനെ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ എന്താണ് ICUയിലേക്കോ അതല്ലെങ്കിൽ പേഷ്യന്റിനെ വാർഡിലേക്കൊക്കെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാം? ഡോക്ടർ പറയും പേഷ്യന്റിനെ IPDയിലെ ഇവിടെ അഡ്മിറ്റ് ആക്കിയേക്കാണ്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും? രോഗിയുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പേഷ്യൻസ് ഫാമിലീസോ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി ഇങ്ങോട്ട് എന്ത് ചെയ്യും? IPD രജിസ്ട്രേഷൻ ചെയ്തിട്ട് അവിടുത്തെ സോഫ്റ്റ്വെയർസിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യും. അതിനുശേഷം പേഷ്യന്റിന്റെ ആളുകളെ കൊണ്ട് എന്താണ് കൺസേൺ ഫോം അവിടെ അഡ്മിറ്റ് ആക്കിയതിന്റെ സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങും. എന്നിട്ട് അതിനെ കുറിച്ചുള്ള പ്രൊസീജിയേഴ്സ്, എന്ത് പർപ്പസിന്, എന്ത് ഉദ്ദേശത്തിനാണ് ആ ഫോം അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? പേഷ്യന്റിന് ഏതാണോ കറസ്പോണ്ടന്റ് വാർഡ്, ഏത് വാർഡിലേക്കാണോ മാറ്റേണ്ടത് എന്നാരാണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ മെഡിക്കൽ ഓഫീസർ പറയും. അപ്പൊ എന്ത് ചെയ്യാ? ഈ പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന വാർഡിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഈ പേഷ്യന്റിന്റെ ഫയൽ സ്വീകരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അങ്ങനെ ഇത് വായിക്കാം. മിസ് ആദ്യം പറഞ്ഞു തന്നതാണ്.
admission from emergency department. Emergency department admission. Okay, when they get confirmation that a patient has arrived with an emergency to the campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to structure. പറഞ്ഞത് തന്നെയല്ല എന്താണ് പേഷ്യന്റിനെ ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവിടത്തെ ഒരു കൺഫർമേഷൻ ലഭിക്കുകയാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു എമർജൻസി പേഷ്യന്റിനെ കൊണ്ടുവരുന്നുണ്ടെന്ന് അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വാർഡ് ബോയ്സിനെ വിവരം അറിയിക്കുക അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അറ്റൻഡൻസിനെ വിവരം അറിയിക്കുക. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റൂലേ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടില് അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കുറെ വാർഡ് ബോയ്സുകൾ നിൽക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഒരു യൂണിഫോം വെള്ള യൂണിഫോമാ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് വണ്ടികളിൽ ചെന്ന് കഴിഞ്ഞ് ഓടി അല്ലെ, എന്താണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ ഓടിക്കൊണ്ടുവന്ന് അവർ വീൽ ചെയേഴ്സ് തരും അല്ലെ, അല്ലെങ്കിൽ ആംബുലൻസ് വരുന്നത് കാണുമ്പോ തന്നെ ഓടിപ്പോയി അവർ സ്ട്രക്ചർ ഒക്കെ എടുത്തോണ്ട് വരികയെ കണ്ടിട്ടുണ്ടോ? അതാണ് വാർഡ് ബോയ്സ് ഓർ patient attendance. Next, give a call to a medical officer and the medical officer ne vivaram ariyikkuka. After the medical officer examines the patient, they ask him as to where they have to shift the patient. Medical officer vannu examine cheyum, check up cheyum, rogiye പരിശോധിക്കും. എന്നിട്ട് അവരെന്താ പറയും, they ask him as to where they have to shift a patient. പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് മാറ്റേണ്ടതെന്ന് ഡോക്ടർ അവരെ ആ പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്തിട്ട് പറയും. Generally, they shift the patient to the ICU and after the patient becomes stable, only then shift the patient to the concerned ward. എന്താണ്, പേഷ്യന്റിനെ മിക്കവാറും ജനറൽ ആയിട്ട് ICUയിലേക്കായിരിക്കും മാറ്റുന്നത്. അതിനുശേഷം അവരുടെ കണ്ടീഷൻസ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ, സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ ഒരു കൺസേൺഡ് വാർഡിലേക്ക് മാറ്റും. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ തരം ആളുകളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കയറ്റൂലേ. എന്താണ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഇപ്പൊ എന്താ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനെ, ആക്സിഡൻസുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനെ അല്ലെ, അല്ലെങ്കിൽ പോയിസണിങ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിനെ, അല്ലെങ്കിൽ അബ്ഡോമിനൽ ഡിസീസ്, അബ്ഡോമിനൽ പെയിൻസോ അങ്ങനെയുള്ള ഡിസീസുമായി വരുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് എമർജൻസി സെക്ഷനിലേക്ക് കയറ്റൂലേ. അതിനുശേഷം അവിടെ എന്താണ്, ഇപ്പൊ കാർഡിയാക് അസുഖമായിട്ട് വന്ന പേഷ്യൻസിനെ സ്റ്റേബിൾ ആയി കഴിഞ്ഞ് ICUയിലൊക്കെ കിടത്തി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവർ ഏത് സെക്ഷനിലേക്കായിരിക്കും കിടക്കുന്നത്, അഡ്മിറ്റ് ആക്കുന്നത്, കാർഡിയാക് വാർഡിലേക്കായിരിക്കും അല്ലെ, ആണോ? കാർഡിയാക് വാർഡിലേക്കായിരിക്കും. ഇപ്പൊ അബ്ഡോമിനൽ പെയിനുമായി വന്ന് ഒരുവിധം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവരെ എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, ഗ്യാസ്ട്രോ സെക്ഷനിലേക്ക്, ഗ്യാസ്ട്രോ വാർഡിലേക്കായിരിക്കും. പിന്നെ തലയ്ക്ക് എന്തെങ്കിലും ഗുരുതരമായ പരിക്കുകളൊക്കെ പറ്റി, ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ പറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അത് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവരിങ്ങോട്ടായിരിക്കും ന്യൂറോ വാർഡിലേക്കായിരിക്കും മാറ്റുന്നത്. അതാണ് പറയുന്നത് കൺസേൺഡ് വാർഡ്. ക്ലിയർ ആയ പേഷ്യന്റ് ICUയിലൊക്കെ കിടന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാം, ആ പേഷ്യന്റിനെ കൺസേൺഡ് വാർഡ്, ഓരോരുത്തരെയും സ്പെഷ്യലൈസ്ഡ് വാർഡിലേക്കായിരിക്കും മാറ്റുന്നത്. ക്ലിയർ ആയത്? Okay. Next, after counseling with the consultant and permission of the same, they register patient in the IPD register and in their software. എന്താണ് അതിനുശേഷം ഡോക്ടർ എന്താ പറയുക, പെർമിഷൻ അനുവാദം കൊടുക്കുന്നവർ എന്താണ് IPD അഡ്മിറ്റ് ആക്കി IPD സെക്ഷനിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയാം. അപ്പൊ അവിടെ ചെന്ന് അഡ്മിഷൻ ഡെസ്കിൽ ചെയ്യുന്ന IPD രജിസ്റ്റർ ചെയ്തിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ സോഫ്റ്റ്വെയർ ഉണ്ടായാലും ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യും, ഇവരുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും, റെക്കോർഡ് ചെയ്യും. Fill the patient's concern form and after telling them the purpose and meaning of the form, get it signed by the patient's relatives. Concern form sign ചെയ്ത് വാങ്ങിച്ചിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്
ആ ഫോം അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ച് വാങ്ങിച്ചതെന്നും ആ ഫോമിന്റെ അർത്ഥം മീനിങ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. Send the file patient to the correspondent ward where the medical officer has asked the patient to be shifted. എന്താണ് മെഡിക്കൽ ഓഫീസർ പറയാം എന്താണ് ഈ പേഷ്യന്റിനെ ഇവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് കൺസേൺ വാർഡിലേക്ക് ഏത് വാർഡിലേക്കാണോ അവിടേക്ക് പേഷ്യന്റിന്റെ ഫയൽ കൊണ്ടുപോകാൻ ഓർഡർ കൊടുക്കും. Confirming that the file of the patient is receiving by the MO of the corresponding ward. അങ്ങനെയുള്ള കൺഫർമേഷൻസ് ആ മറ്റേ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറുടെ അടുത്ത് നിന്ന് കൺഫർമേഷൻ എന്താണ് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റിനെ ആ കറസ്പോണ്ടിങ് വാർഡിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യുക പേഷ്യന്റിന്റെ ഫയല് റിസീവ് ചെയ്യുക സ്വീകരിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഇതൊന്ന് വായിച്ചു നോക്കിയേ. ആ ചാപ്റ്റർ കഴിഞ്ഞു, നമ്മളെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ചാപ്റ്റർ? സിമ്പിൾ അല്ലേ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സിമ്പിൾ അല്ലേ പഠിക്കാൻ? ആണല്ലേ? ഞാൻ രണ്ടൊന്ന് ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ പൈസ ചെയ്തിട്ട് ആൻസർ പറയോ? ഓക്കെ, ഒരു മിനിറ്റ്. Which type of admission clients are admitted for investigations and planned treatment and surgeries? Answer para which type of admission clients are admitted for routine admission. Okay. Okay, two type admission ഉണ്ട്, routine emergency. TPA stands for എന്താണ്? TPA stands for വേഗം പറ. TPA stands for വേഗം പറ. മിസ്റ്റർ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. ഓക്കെ. MLC stands for MLC stands for medical legal cases. MO stands for MO. Medical officer. Okay. നെക്സ്റ്റ് ചാപ്റ്റർ മിസ് ഏതാ പറഞ്ഞിരുന്നേ? പ്രിന്റ് എടുത്തിട്ടുണ്ടോ? പ്രിന്റ് എടുത്തോ? മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നെക്സ്റ്റ്
ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് മിസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, പ്രിന്റ് എടുത്തിട്ടുണ്ടല്ലേ? വിഭാഗത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഒരു മിനിറ്റ്. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? ഹോസ്പിറ്റലിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണ്? പറയാമോ ആർക്കെങ്കിലും? കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ നമ്മ ചെല്ലുമ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ കണ്ട് റെഡ് കളറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ അല്ലെ, ഹോസ്പിറ്റലിലെ എൻട്രൻസിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കണ്ട്. കണ്ടിട്ടില്ലേ? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന, കാഷ്വാലിറ്റി, എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൽനെസ്സോ അല്ലെങ്കിൽ ഇഞ്ചുറീസുമായില്ലേ അപകടങ്ങളൊക്കെയായി വരുന്ന രോഗികളെ പെട്ടെന്ന് തന്നെ അല്ലെ IPDയിൽ എന്താണ് ഡോക്ടർ വന്ന് വെയിറ്റ് ചെയ്ത് കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടിട്ട് വരും അല്ലെ നമ്മുടെ നമ്പർ ആവാനൊക്കെ. അങ്ങനെയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെ, മേജർ ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ വരുന്ന പേഷ്യന്റിനെ ഉടനടി ഡോക്ടർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഒരു ടൈം ലാഗ് കൂടാതെ അവരെ കൊണ്ടുവരുന്ന സ്പോട്ടിൽ തന്നെ കയറ്റി ഡോക്ടർ കാണിക്കുന്നതിനുള്ളത്. നോക്കാം നമുക്ക്. Accident and Emergency Department Introduction. The Accident and Emergency Department A&E exists and treats people with major trauma, serious injuries and illness and those in need of emergency treatment. എന്താണ് പേഷ്യന്റിന് എമർജൻസി ട്രീറ്റ്മെന്റ്, എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ചികിത്സ ആവശ്യമുള്ള രോഗികളെ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. എന്താണ് മേജർ ട്രോമ, വലിയ ആഘാതങ്ങൾ, എന്താണ് ഏതെങ്കിലും ആക്സിഡന്റുകൾ പറ്റി അല്ലെങ്കിൽ എന്താണ് മുകളിൽ നിന്നൊക്കെ വീണ് കാണുമല്ല, മുകളിൽ നിന്ന് വീണ് ഏതെങ്കിലും പരിക്കുകൾ പറ്റുന്ന പേഷ്യൻസ്. സീരിയസ് ഇഞ്ചുറീസ് ഓർ ഇൽനെസ്, എന്താണ് കാർഡിയാക് അറസ്റ്റ് വരിക, അതല്ലെങ്കിൽ പോയിസണിങ് സംഭവിക്കുക, അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൽനെസ്സോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ അതല്ലെങ്കിൽ മേജർ ട്രോമ, വലിയ ആഘാതങ്ങളൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻസിനെ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ചികിത്സ കൊടുക്കുന്നതിനുള്ള ഏരിയയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്.
It is open 24 hours in a day. Hours a day എന്താണ് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഫുൾ ടൈം എന്തായിരിക്കും ഇത് ഓപ്പൺ ആയിരിക്കും തുറന്നിരിക്കും. ഇൻ എമർജൻസി പേഷ്യൻസ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, confusions, persistent severe chest or abdominal pain, a stroke, breathing difficulties are also treated. എന്താണ് എമർജൻസി സെക്ഷനിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? കോൺഷ്യസ്നെസ്, എന്താണ് ബോധം നഷ്ടപ്പെടുക, എന്താണ് ചില കേസിൽ എന്താണ് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടോ അതെല്ലാം പെട്ടെന്ന് തന്നെ എന്താണ് ബോധം കെട്ട് വീഴുക, അങ്ങനെയുള്ള ബോധം നഷ്ടപ്പെടുക. കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പം, എന്താണ് എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചിട്ട് അതല്ലെങ്കിൽ ഈ സോഡിയം കുറയുന്ന പേഷ്യൻസിന് അല്ലെ എന്താണ് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? സോഡിയം കുറഞ്ഞിട്ട് അവർക്ക് എന്താ ഓർമ്മയൊക്കെ നശിച്ചു പോവാറുണ്ട്. അതല്ലെങ്കിൽ എന്താ എങ്കിലും ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ എങ്കിലും വീഴ്ചയൊക്കെ പറ്റിയിട്ട് തലടിച്ച് വീഴുമ്പോ അല്ലെ അവർക്ക് ചിലപ്പോ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരാറുണ്ട്. അവരാരാണ്, എന്തിനൊക്കെ ഇവിടെ വന്നേ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട്. കൺഫ്യൂഷൻസ്. സെവർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ, എന്താണ് വലിയ കഠിനമായ നെഞ്ചുവേദനയോ വയറുവേദനയോ വരിക. സ്ട്രോക്ക് വരിക, പക്ഷാഘാതം വരിക. ബ്രീത്തിങ് ഡിഫിക്കൽസി, എന്താണ് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് വരിക. ആർ ഓൾസോ ട്രീറ്റഡ്. ഇതൊക്കെ എന്താണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ട്രീറ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റീവ് നെയിംസ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റ് പേരുകളാണ് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ED, ആൻഡ് എമർജൻസി റൂം ER. ക്ലിയർ ആയോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് എമർജൻസി ട്രീറ്റ്മെന്റ്. പേഷ്യൻസിന് എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നാല് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഏരിയ ഡിപ്പാർട്ട്മെന്റ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇത് 24 മണിക്കൂറും ഒരു ദിവസത്തില് 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കും. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കോൺഷ്യസ്നെസ്, എന്താണ് ബോധം നഷ്ടപ്പെട്ടു വരുന്ന പേഷ്യൻസിന്. കൺഫ്യൂഷൻസ്, എന്താണ് ആശയക്കുഴപ്പം, കഠിനമായ നെഞ്ചുവേദനയോ വയറുവേദനയോ വന്നിരിക്കുന്ന പേഷ്യൻസിനെ. സ്ട്രോക്ക് വന്ന പേഷ്യൻസിനെ. പിന്നെ എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ ട്രീറ്റ് ചെയ്യും. ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റീവ് നെയിംസ്. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരുകളാണ് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. പിന്നെ ഈ പോയിസണിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ സൂയിസൈഡിങ് അറ്റംപ്റ്റുകളൊക്കെ അറ്റംപ്റ്റുകളൊക്കെ നടത്തിയ പേഷ്യൻസിനൊക്കെ ഏത് സെക്ഷനിലേക്കായിരിക്കും കയറ്റുന്നത്? ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അല്ലെ. അതേപോലെ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? കാഷ്വാലിറ്റി, ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്. ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ? നെക്സ്റ്റ് എടുക്കാലോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ കാഷ്വാലിറ്റിയിലെ ലൊക്കേഷൻ എവിടെയൊക്കെ കാണും? ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരല്ലേ എല്ലാവരും. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വല്ല ചെക്കപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരല്ലേ എല്ലാവരും. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഉണ്ട്. അതൊന്ന് പറഞ്ഞേ, എവിടെയാണ് കാഷ്വാലിറ്റിയുടെ ലൊക്കേഷൻ? സ്ഥാനം എവിടെയാണ് ഹോസ്പിറ്റലിന്റെ? നിയർ മെയിൻ എൻട്രൻസ്. പിന്നെ കൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ. പിന്നെ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും അവിടെ നമുക്ക് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്? എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ ഉണ്ടാവും, ആംബുലൻസ് പാർക്കിംഗ് ഉണ്ടാവും. പിന്നെന്താണ് വീൽ ചെയർസ് കൊണ്ടുപോകുന്നതിനല്ലേ.
നഴ്സുമാരുടെ സേവനം, ഡോക്ടേഴ്സിന്റെ സേവനം, പിന്നെന്താ പറയട്ടെ എന്നാ 24 hours. ഓക്കെ, നോക്കാം നമുക്ക്. ലൊക്കേറ്റഡ് ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. എന്താണ്? വരുന്ന പേഷ്യൻസിനെ അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഒരു ടൈം കൂടാതെ, ഒരു ടൈമും വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് അല്ലെ പെട്ടെന്ന് തന്നെ അവരെ കയറ്റുന്ന എൻട്രൻസിലേക്ക് കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൽ നിന്ന് ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ കാഷ്വാലിറ്റി എൻട്രൻസ് സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. പ്രത്യേക പ്രവേശന കവാടം ഉണ്ടായിരിക്കും. ആംബുലൻസ് ഏരിയ, ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. എന്താണ്? ആംബുലൻസിനെ കൊണ്ടുവന്ന് നിർത്തുന്നതിനുള്ള അല്ലെ, എന്താണ് പേഷ്യൻസിനെ ചില സമയത്ത് അല്ല മിക്കപ്പോഴും എന്താണ് ആംബുലൻസിലായിരിക്കും കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ ആംബുലൻസ് പാർക്ക് ചെയ്യുന്നതിനുള്ള ഏരിയ ഉണ്ടായിരിക്കും. വെൽ മാർക്ക്ഡ്, പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ്. വെൽ മാർക്ക്ഡ് ആയിരിക്കും അല്ലെ, നമുക്ക് പെട്ടെന്ന് തന്നെ വിസിബിൾ ആയ രീതിയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണ് അവിടെ കൊണ്ടുവരും പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ തന്നെ കാണുന്ന വിധത്തിൽ ഒരു റെഡ് കളറിലൊക്കെ ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പിന്നെ നമ്മ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെ, ഓരോ കാര്യങ്ങളും ഇനി ഹോസ്പിറ്റലിൽ പോകുന്ന സന്ദർഭത്തിൽ ഒന്ന് നോട്ട് ചെയ്യും. നമ്മ പഠിക്കുന്നത് തന്നെയാണോ അവിടെ ഉള്ളത്? ഓരോ സെക്ഷൻ എന്താ ഇൻപേഷ്യന്റ്, അത് കഴിഞ്ഞ് ഇനിയിപ്പോ ആക്സിഡന്റ് ആണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഇനി ചെയ്യുമ്പോ നോക്കാം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. വെൽ മാർക്ക്ഡ്, പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ്, ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം ദി സ്ട്രീറ്റ്. എന്താണ്? പുറമേയിൽ നിന്ന് നോക്കിയ സ്ട്രീറ്റിൽ നിന്ന്, റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ വിസിബിൾ ആയിരുന്നത് കാണത്തക്ക രീതിയിലായിരിക്കും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ്, റേഡിയോളജികൾ, ലബോറട്ടറി. എന്താണ്? കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ എന്താണ് ഫയലുകൾ ഓപ്പൺ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും. എലിവേറ്റേഴ്സ് എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ലിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. റേഡിയോളജി സ്കാനുകൾ ഒക്കെ, സ്കാൻ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റേഡിയോളജി ലബോറട്ടറി സെക്ഷൻ ഒക്കെ എന്താണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ക്ലോസ് ആയിട്ട് ഉണ്ടായിരിക്കും. റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് ചെലവ്, പ്രവർത്തന ചെലവ് കുറയ്ക്കാനും നിർണായക സമയം എന്താണ് പേഷ്യന്റിന് എത്രയും പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന ഉദ്ദേശമായിരിക്കും അവിടെ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി, ലബോറട്ടറി സെക്ഷൻ ഒക്കെ ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയോ? ലൊക്കേഷൻ ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. മെയിൻ എൻട്രൻസിന് ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കും. പിന്നെ ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കും. എന്താണ്? പെട്ടെന്ന് നമുക്ക് അറിയാൻ തരത്തില് വെൽ മാർക്ക്ഡ്, പ്രോപ്പർ ലൈറ്റിനിങ്, സയൻസോട് കൂടി അടയാളത്തോടു കൂടി നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും. പിന്നെ പുറമേ നിന്ന് റോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ, തെരുവിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന വിധം ഈസിലി വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് അടുത്ത് തന്നെ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ്, ലിഫ്റ്റുകള്, പിന്നെ എന്താണ് റേഡിയോളജി സെക്ഷൻ, ലബോറട്ടറി സെക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കാലോ. ഡിസൈൻ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്യുന്നത് എന്നത്
എന്തൊക്കെ കാര്യങ്ങള്, എന്തൊക്കെ സംവിധാനങ്ങള് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ സെക്ഷനിൽ. എൻട്രൻസ് ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഷെൽട്ടേർഡ് ടു പ്രൊട്ടക്ട് ആംബുലൻസ് പേഷ്യന്റ് ഫ്രം ദ വെദർ വൈലിംഗ് അൺലോഡിംഗ്. എന്താണ്? ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ ഇറക്കുന്ന സമയത്ത്, അൺലോഡ് ചെയ്യുന്ന സമയത്ത് രോഗിയെ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവേശന കവാടം, എൻട്രൻസ് സുരക്ഷിതമായിരിക്കണം. എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്? ചില സമയത്തല്ലേ പേഷ്യന്റിനെ ആംബുലൻസിൽ നിന്ന് ഇറക്കുമ്പത്തിന് ആളുകൾ വന്ന് കൂടൂലേ? എന്താണെന്ന് അറിയാനായിട്ട് ആംബുലൻസിൽ ആ സൗണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോ തന്നെ എന്താണ്, ഹോസ്പിറ്റലിൽ വന്ന ആളുകളൊക്കെ ചിലപ്പോൾ എന്താണ് അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ എന്താണ്, വല്ല മഴയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാലാവസ്ഥയാണെങ്കിൽ എന്താണ്, പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം നല്ല രീതിയിലായിരിക്കണം ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവേശനം. ക്ലിയർ ആയോ? ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ ഇറക്കുന്ന സമയത്ത് അവരെ, രോഗികളെ കാലാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശനം സുരക്ഷിതമായിരിക്കണം. ക്ലിയർ ആയോ? ഇപ്പൊ അവിടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? എല്ലാ ഹോസ്പിറ്റലിലും സെക്യൂരിറ്റീസിനൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്താണ്? ആളുകൾ വന്ന് തടിച്ചുകൂടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ആണോ? പേഷ്യൻസിനെ നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് എൻട്രൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറ്റുന്ന രീതിയിലായിരിക്കണം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവേശന കവാടം. ക്ലിയർ ആയില്ലേ? ആളുകൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, ചിലപ്പോ അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരിക്കാം പേഷ്യന്റിനെ കൊണ്ടുവരുന്നത്. ഒരുപാട് പേര് തടിച്ചുകൂടുക, അല്ലെങ്കിൽ എന്തെങ്കിലും മഴ, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിൽ അവർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കാലാവസ്ഥയിൽ നിന്ന് സുരക്ഷിതമായി അവരെ എമർജൻസിയിലേക്ക് കയറ്റുന്നതിനുള്ള സംവിധാനം, പ്രവേശനം സുരക്ഷിതമാക്കണം. ക്ലിയർ ആയോ? Adequate reserved parking space for ambulance and cars of patients. എന്താണ് കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന്റെ കാർസ് അല്ലെങ്കിൽ ആംബുലൻസുകള് പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം, സ്ഥലം ഉണ്ടായിരിക്കണം ഈ AND ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന്. Adequate reserved parking space for ambulance and cars of patients. എന്താണ്? ചില സമയത്ത് അല്ലെ പേഷ്യൻസിനെ അവർ കാറിലൊക്കെ ആയിരിക്കും, സ്വന്തം വണ്ടിയിലായിരിക്കും അല്ലെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാറുകൾ അല്ലെങ്കിൽ ആംബുലൻസ് ഒക്കെ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. അഡിക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഇടാനായിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. എന്താണ്? പേഷ്യൻസിന് ചില സമയത്ത് സ്ട്രക്ചറിലായിരിക്കും ആംബുലൻസിന് AND കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുന്നത്. അപ്പൊ സ്ട്രക്ചർ ഇടാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. Ramps for wheelchairs and pedestrian access in case of raised platform. എന്താണ്? വീൽ ചെയർ കയറ്റുന്നതിന്, വീൽ ചെയർ നമുക്ക് സ്റ്റെപ്പുമ്പോൾ കൂടി കയറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കണ്ടിട്ടില്ലേ ഇങ്ങനെ സ്ലോപ്പ് പോലെ ഉണ്ടാക്കി, റാംസ് സ്ലോപ്പ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെയുള്ള സ്ലോപ്പ് പോലെ ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള റാമ്പുകള് വീൽ ചെയർ കയറ്റുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള റാമ്പുകള്. പിന്നെ പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം. എന്താണ്? പെഡസ്ട്രിയൻസിന്, കാൽനടക്കാരത്തില് എന്താണ് ഹോസ്പിറ്റൽ AND ഡിപ്പാർട്ട്മെന്റിലേക്ക് ആർക്കെങ്കിലും ഈ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സൗകര്യം ഉണ്ടായിരിക്കുക, ഉയർത്തിയ പ്ലാറ്റ്ഫോമുകൾ. ക്ലിയർ ആയോ? വീൽ ചെയർസ് കൊണ്ടുപോകുന്നതിന് സ്ലോപ്പായിട്ട് റാമ്പ് പോലുള്ള സൗകര്യം. പിന്നെ കാൽനടയാത്രക്കാരെന്ന് ഉദ്ദേശിക്കുന്ന ഈ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന ആളുകളായിരിക്കും അല്ലെ, അവരുടെ ഫാമിലീസോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ പറ്റുന്ന ആളുകൾ, അവർക്കുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ്, അഡിക്വേറ്റ് റിസർവ്ഡ് പാർക്കിംഗ് സ്പേസ് ഫോർ ആംബുലൻസ് ആൻഡ് കാർ ഓഫ് പേഷ്യന്റ്. എന്താണ്? പേഷ്യന്റിനെ കൊണ്ടുവന്നിരുന്ന ആംബുലൻസും കാറുകളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, സ്ഥലം ഉണ്ടായിരിക്കണം.
ഫസ്റ്റത്തത് ആംബുലൻസിൽ നിന്ന് രോഗികളെ ഇറക്കുന്ന സമയത്ത് കാലാവസ്ഥയിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിന് അത്യാഹിത വിഭാഗത്തിലെ അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശനം സുരക്ഷിതമായിരിക്കണം, സെക്യൂർഡ് ആയിരിക്കണം. ക്ലിയർ ആയോ? എന്താ അതൊന്നും പറയാത്തെ? ഓക്കെ. എന്തെങ്കിലും എടുക്കുമ്പോ ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ മിസ്സുമാരോട്, ഇപ്പൊ ഞാനല്ല ഏത് മിസ്സുമാരും, നിങ്ങൾക്ക് അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്ത് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവാട്ടോ. എന്നോടാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇപ്പൊ മാം എടുക്കുന്ന മിസ് എടുക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാട്ടോ. ഓക്കെ. അടുത്തത് എടുക്കാനോ? മെജോറിറ്റി സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. എന്തൊക്കെ കാര്യങ്ങളാണ് മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഏതൊക്കെ ഏരിയാസ്, എന്തൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഏരിയാസ് ആണ് ഉള്ളത്? 2 തരം ഏരിയാസ് ആണുള്ളത്, ഫങ്ഷണൽ ഏരിയാസും അതർ ഏരിയാസും. ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്, ഫങ്ഷൻസ് ചെയ്യുന്നതിന് എന്തായിരിക്കും? ട്രീറ്റ്മെന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. നെക്സ്റ്റ് അതർ ഏരിയാസ് നോക്കാം. ഫങ്ഷണൽ ഏരിയാസില് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. ആംബുലൻസ് എൻട്രൻസും ആംബുലേറ്ററി എൻട്രൻസും. ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറഞ്ഞാല് ഈ സർജറി കഴിഞ്ഞ പേഷ്യൻസ്, അതല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ ആരെങ്കിലും അസിസ്റ്റത്തിൽ നടത്തിക്കൊണ്ടുവരുന്ന സെക്ഷനാണ് ആംബുലേറ്ററി എൻട്രൻസ്, അവിടെ നടക്കാൻ സഹായിക്കുന്നത്. ക്ലിയർ ആയോ? ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ അവരെ ആരെങ്കിലും അസിസ്റ്റ് ചെയ്ത് കണ്ട് എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞ പേഷ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ അവര് വാക്കിങ്ങില് അസിസ്റ്റ് ചെയ്ത് സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്ത് നടത്തിക്കൊണ്ടു പോകുന്ന സെക്ഷനാണ് ആംബുലേറ്ററി എൻട്രൻസ്. ക്ലിയർ ആയോ? ഓക്കെ. ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് എന്തൊക്കെ വേണം ഫങ്ഷണൽ ഏരിയാസില്? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്, റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്. റിസപ്ഷൻ അറിയാലോ. അത് കഴിഞ്ഞിട്ട് ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്. ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്ന ഏരിയ. ഇപ്പൊ നമ്മൾ കണ്ടിട്ട് എന്താണ്, മിക്ക ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഫ്രണ്ടിൽ തന്നെ ഉള്ള ഏരിയ ആണ് ട്രയേജ്. ഇവിടെ എന്താണ്, ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റ്, ഭയങ്കരമായ നെഞ്ചുവേദന വന്നിട്ട് മേജർ സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആക്സിഡന്റ് പറ്റി, മൈനർ ഒരു ആക്സിഡന്റ് പറ്റി 2 പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആർക്കായിരിക്കും അതിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കായിരിക്കും? ആർക്കായിരിക്കും? മേജർ കാർഡിയാക് അല്ലെ, മേജർ ആയിട്ടുള്ള കാർഡിയാക് വന്ന പേഷ്യൻസിനായിരിക്കും അല്ലെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്ന ഏരിയ, തരം തിരിക്കുന്ന ഏരിയയാണ് ട്രയേജ്. ക്ലിയർ ആയോ? പേഷ്യൻസിനെ സോർട്ട് ചെയ്ത് വരുന്ന പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക, തരം തിരിക്കുന്ന ഒരു സെക്ഷനാണ് ട്രയേജ്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ അടുത്ത് ഒരു 2 മിഠായി ഉണ്ട്. 2 മിഠായി ഉണ്ട്. പക്ഷെ എന്റെ കൂടെ 3 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ ഒരു കൊച്ച് ഭയങ്കര കരച്ചിലാണ്, എനിക്ക് മിഠായി കിട്ടി തീരുമെന്ന് പറഞ്ഞ കൊച്ച് ഭയങ്കര കരച്ചിലാണ്. വേറൊരു കൊച്ച് എന്താ കരയുന്നുണ്ട്. വേറൊരു കൊച്ചിന് ഒരു കുഴപ്പമില്ല. ആ കൊച്ചെന്താ പ്രശ്നമൊന്നുമില്ല, എനിക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആ കൊച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ 2 മിഠായി ആർക്കൊക്കെ കൊടുക്കും? ആദ്യത്തെ 2 പിള്ളേർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവസാനത്തെ കൊച്ചിനോ 2ാമത്തെ കൊച്ചിനും കൊടുക്കും. ആർക്കായിരിക്കും കൊടുക്കുക? ഭയങ്കരമായിട്ട് കരയുന്ന കൊച്ചിന് ആദ്യം കൊടുക്കും.
പിന്നെ ഒന്നുകൂടെ കരയുന്ന കൊച്ചിനായിരിക്കും ഇല്ല കൊടുക്കുന്നത്. മറ്റേ കൊച്ചിനോട് നമ്മൾ പറയും, ഞാൻ പറയും എന്താണ് പിന്നെ മേടിച്ചു തരാം കേട്ടോ, അപ്പൊ ടീച്ചറുടെ കയ്യിലില്ല, പിന്നെ മേടിച്ചു തരാന്ന് പറയും അല്ലെ. അതേപോലെ മോർ കോംപ്ലിക്കേഷൻ ആയ രോഗികളെ തരം തിരിച്ച് സോർട്ട് ചെയ്യുന്ന ഏരിയയാണ് ട്രയേജ്. മനസ്സിലായ? ക്ലിയറായോ? രോഗികളെ തരം തിരിക്കുന്ന സോർട്ട് ചെയ്യുന്ന ഏരിയയാണ് ട്രയേജ്. ക്ലിയറായി? സോർട്ട് ചെയ്ത് ആദ്യം ആർക്കാണോ ഇമ്മീഡിയറ്റ് ആർക്കാണോ കെയർ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആർക്കാണോ കെയർ വേണ്ടത് അവർക്ക് കൊടുക്കും. അങ്ങനെ സോർട്ട് ചെയ്ത് പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്ന ഏരിയ. ക്ലിയർ ആയോ ട്രയേജ്? ഓക്കെ. നെക്സ്റ്റ് വെയിറ്റിംഗ് ഏരിയ. വെയിറ്റിംഗ് ഏരിയ അറിയാലോ, വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, വരുന്നവർക്ക് വെയിറ്റ് ചെയ്യുന്ന ഏരിയ. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റർ എന്താണ് എൻട്രൻസിന് എന്തെങ്കിലും റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണ എൻക്വയറീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്. നെക്സ്റ്റ് റെസൂസിറ്റേഷൻ ഏരിയ. റെസൂസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് പുനരുജ്ജീവന ഏരിയ. പുനരുജ്ജീവന ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യാം? CPR കൊടുക്കണം അല്ലെ. കാർഡിയോ പൾമണറി റെസൂസിറ്റേഷൻ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പുനരുജ്ജീവിപ്പിക്കുന്ന, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ നൽകുന്ന ഏരിയ. ക്ലിയർ ആയോ? റെസൂസിറ്റേഷൻ ഏരിയ, പുനരുജ്ജീവന ഏരിയാസ്. പുനരുജ്ജീവനം എന്താണ്? തിരിച്ച് എന്തെങ്കിലും ഒരു തിരി അവർക്ക് സ്കോപ്പ് ഉണ്ട്, ജീവിതത്തിലേക്ക് വരാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോരാൻ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവരുന്ന ഒരു പേഷ്യൻസിന് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ CPR കൊടുക്കും. എന്താണ്? കൃത്രിമ ശ്വാസം കൊടുക്കും. അതല്ലെങ്കിൽ ഒരു മെഷീനിൽ ചുറ്റി വെച്ച് ഇങ്ങനെ വലിച്ചില്ലേ പെട്ടെന്ന് ഒരു ഹാർട്ട് ബീറ്റ് എന്തിയാക്കും? ഓക്കെ ആക്കും അല്ലെ. CPR കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? CPR കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള CPR പോലത്തെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഏരിയയാണ്. അതിനുള്ള എക്യുപ്മെന്റ്സുകളും അതിനുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളും സ്റ്റാഫുകളുടെയും ആ സെക്ഷനില് റെസൂസിറ്റേഷൻ ഏരിയയില് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? റെസൂസിറ്റേഷൻ ഏരിയ ക്ലിയർ ആയോ? ഓക്കെ. എന്താണ്? തിരിച്ച് പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഒരു പേഷ്യന്റിന് എന്തെങ്കിലും മേജർ ഇഞ്ചുറീസോ ഇൽനെസ്സോ പറ്റിക്കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് അറ്റ് എ ടൈം എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഏരിയയാണ് റെസൂസിറ്റേഷൻ ഏരിയ, പുനരുജ്ജീവന ഏരിയ. അപ്പൊ അവിടെ എന്താണ്? അതിനുള്ള എക്യുപ്മെന്റ്സുകളും അതിന് ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഒന്നുകൂടെ പറയാം. റെസൂസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് പുനരുജ്ജീവന ഏരിയാസ് ആണ്. പുനരുജ്ജീവനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂലേ? പുനരുജ്ജീവനം, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ എന്താണ്? കാർഡിയാക് അറസ്റ്റ്, നെഞ്ചുവേദനയൊക്കെ, ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് ഡൗൺ ആയി നെഞ്ചുവേദനയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എന്ത് കൊടുക്കും? CPR കൊടുക്കില്ലേ? കേട്ടിട്ടുണ്ടോ? CPR, കാർഡിയോ പൾമണറി റെസൂസിറ്റേഷൻ. അങ്ങനെ CPR ഒക്കെ കൊടുക്കുന്ന ഏരിയയാണ് റെസൂസിറ്റേഷൻ ഏരിയ. തിരിച്ച് ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ട ട്രീറ്റ്മെന്റുകളും എക്യുപ്മെന്റ്സുകളും അതിന് വേണ്ട ട്രെയിനിങ് ലഭിച്ച സ്റ്റാഫുകളുമുള്ള ഏരിയയാണ് റെസൂസിറ്റേഷൻ ഏരിയ. ക്ലിയർ ആയോ? ജീവൻ അപകടത്തിൽപ്പെടുന്ന രോഗങ്ങളും അല്ലെങ്കിൽ ഇഞ്ചുറീസും അപകടങ്ങളും ഉടനടി കൈകാര്യം ചെയ്യുന്ന, അപ്പൊ തന്നെ അല്ലെ, ഒരു ടൈം ലാഗ് കൂടാതെ ഉടനടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ട എക്യുപ്മെന്റ്സുകളും ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും അടങ്ങിയിരിക്കുന്ന ഏരിയ. ക്ലിയർ ആയോ? റെസൂസിറ്റേഷൻ ഏരിയ. ട്രയേജ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗത്തിന്റെ
സെവേറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യുന്ന ഏരിയയാണ് ട്രയേജ്. ക്ലിയർ ആയോ? റെസോസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് ജീവൻ അപകടപ്പെടുന്നാല്, ജീവന് ഭീഷണി വരുന്ന എന്തെങ്കിലും ആക്സിഡന്റ് അപകടങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വരുന്ന പേഷ്യൻസിനെ അത് ഉടനടി കൈകാര്യം ചെയ്യുക. അപ്പൊ തന്നെ എന്താണ്, ഒരു ടൈം അവർക്ക് വേസ്റ്റ് ചെയ്യാതെ ഉടനടി കൈകാര്യം ചെയ്യുന്നതിനുള്ള എക്യുപ്മെന്റ്സുകളും സ്റ്റാഫുകളും ജീവനക്കാരും അടങ്ങിയിരിക്കുന്ന ഏരിയ. ക്ലിയർ ആയ? മാറിപ്പോവേണ്ടി ഇനി ഡൗട്ട്സ് ഉണ്ടാവോ? ഇല്ല. അടുത്തത് എടുത്തോട്ടെ മിസ്. ചോദിച്ചോ സീനത്ത്, പറഞ്ഞോ. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം മിസ്. നെക്സ്റ്റ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, തീവ്ര പരിചരണ വിഭാഗം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹോസ്പിറ്റലുകളിൽ പറയുമ്പോ കേട്ടിട്ടുണ്ടോ? തീവ്ര പരിചരണ വിഭാഗം അല്ലേ? കേട്ടിട്ടുണ്ട് എല്ലാവരും. അതെന്താണ് തീവ്ര പരിചരണ വിഭാഗം എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ? എന്താണ് ക്ലിക്ക് ചെയ്യുന്നത് തീവ്ര പരിചരണ വിഭാഗം എന്ന് പറഞ്ഞാല്? ഗുരുതരം ICU പോലെ തന്നെ. എന്താണ് ഗുരുതരമായ പരിക്കുകൾക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര വൈദ്യസഹായങ്ങൾ അല്ലെ, എന്തെങ്കിലും പെട്ടെന്ന് തന്നെ മേജർ ആയിട്ട് എന്തെങ്കിലും സർജറീസ് അങ്ങനെയുള്ള കാര്യങ്ങളാ. മേജർ ആക്സിഡന്റുകളൊക്കെ വന്നിട്ട് അവർക്ക് എന്താണ് മേജർ സർജറീസോ അതല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിട്ട് അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ഏരിയയാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. കാർഡിയാക് അറസ്റ്റ്, ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായി മേജർ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവന്ന പേഷ്യൻസിന് എന്ത് ചെയ്യും? ICUല് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കിടത്തിങ്ങാണ്ട് അവർക്ക് എന്ത് ചെയ്യും? ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കൂല. എന്താണ് ഹാർട്ട് ബ്ലഡിന്റെ പമ്പിങ് കുറവായത് കൊണ്ട്, ബ്ലോക്ക് ആയത് കൊണ്ടായിരിക്കും അവർക്ക് എന്താണ് കാർഡിയാക് അറസ്റ്റ് വന്നത്. അപ്പൊ അത് ആ ബ്ലഡിന്റെ ബ്ലോക്ക് ഒക്കെ മാറ്റി സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ട് അതാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അതല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ആക്സിഡന്റുകൾ പറ്റിക്കൊണ്ടുവന്നിരിക്കുന്നത്, തലയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിക്കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് ചില അറ്റ് ടൈം അവർക്ക് എന്തെങ്കിലും എമർജൻസി സർജറീസ് ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. അങ്ങനെയുള്ള മേജർ അടിയന്തര വൈദ്യസഹായങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ശസ്ത്രക്രിയ സർജറീസോ അതല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾക്കുള്ള ചികിത്സയൊക്കെ നൽകുന്ന ഏരിയയാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. ക്ലിയർ ആയോ? തീവ്ര പരിചരണ വിഭാഗം എന്താണ്? നല്ല തീവ്രമായ എന്തെങ്കിലും അസുഖങ്ങൾ, ഇഞ്ചുറീസ്, ഇൽനെസ് ഒക്കെ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏരിയ എന്താണ്? എന്തെങ്കിലും മേജർ സർജറീസ് അതല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ഏരിയ. ക്ലിയർ ആയോ? മറ്റേ റെസോസിറ്റേഷൻ ഏരിയയിൽ എന്താണ് ഉടനടി കൈകാര്യം ചെയ്ത് അതിനെ അപ്പൊ ഒരു റിക്കവർ കൊടുക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നത്. ഇപ്പൊ CPR അല്ലെ, ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യും? അപ്പൊ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ CPR കൊടുക്കുന്നുണ്ട്. അവരൊന്ന് ഓക്കെ ആക്കും, സ്റ്റേബിൾ ആക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് കൊടുക്കുന്നത് അല്ലെ. ചിലപ്പോ അവർക്ക് എന്താണ് ആൻജിയോഗ്രാം ചെയ്യും, അതിനുശേഷം ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണ്ടേ, അങ്ങനെ ചെയ്യല്ലേ. ക്ലിയർ ആയത്? വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോ കേൾക്കുമ്പോ ഒക്കെ കൂടി ഒരേപോലെയാണല്ലോ എന്ന് വിചാരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ. നെക്സ്റ്റ് കൺസൾട്ടേഷൻ ഏരിയ. കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്ന ഏരിയ. അടുത്തത് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ. എന്താണ്? സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള എക്യുപ്മെന്റ്സും അവരുടെ ഫയലുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ, സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്ന ഏരിയ. ഫങ്ഷണൽ ഏരിയാസ് ക്ലിയർ ആയോ?
നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, അതോ വായിക്കാൻ സമയം തരണോ? നോക്കാൻ സമയം തരണോ? എന്താ വേണ്ടേ? നെക്സ്റ്റ് എടുക്കാം അല്ലെ? ഓക്കെ. നെക്സ്റ്റ് അതർ ഏരിയാസ്, ഫങ്ഷണൽ ഏരിയാസ് ആണ് ഇത്രയും പറഞ്ഞ. കൺസൾട്ടേഷൻ ഏരിയ, സ്റ്റാഫ് വർക്കേഴ്സ്. കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്യുന്ന ഏരിയാസ്. നെക്സ്റ്റ് അതർ ഏരിയാസ്. അതർ ഏരിയാസ് എന്ന് പറഞ്ഞാല് പ്രൊസീജിയേഴ്സ് റൂം, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, എന്താണ് മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും സർജറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് റൂം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ഓപ്പറേഷൻ റൂംസ് ഒക്കെ എന്താണ് ഈ പ്രൊസീജിയേഴ്സ് റൂമിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റർ റൂം, എന്താണ് പ്ലാസ്റ്റർ ഇടുന്നതിന്റെ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒടിവോ, ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒടിവോ ഒക്കെ വരുന്ന പേഷ്യൻസിനെ പ്ലാസ്റ്റർ ഇടാനുള്ള റൂം, പ്ലാസ്റ്റർ റൂം. നെക്സ്റ്റ് ഫാർമസി ആൻഡ് ഡ്രഗ് പ്രിപ്പറേഷൻ, എന്താണ് മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഫാർമസി. ഐസൊലേഷൻ റൂം, ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഐസൊലേഷൻ റൂം മറ്റേ വൈറസിന്റെ, നിപ്പ വൈറസിന്റെ അതിൽ കണ്ടിട്ടില്ലേ ഐസൊലേഷൻ റൂം? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്താണ് അപ്പൊ അത് ഐസൊലേഷൻ റൂം? പറ, എന്താണെന്ന് വരാം. സെപ്പറേറ്റ് ചെയ്യാൻ, എന്താണ് ഒരു രോഗിയിൽ നിന്ന് ഇൻഫെക്ഷൻ, ആ അസുഖം വന്ന രോഗിയിൽ നിന്ന് ഇൻഫെക്ഷൻ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ ഈ രോഗിയെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന റൂം. ക്ലിയർ ആയോ? ഈ രോഗിയെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് താമസിപ്പിക്കുന്ന റൂം. ആ വൈറസിന്റെ അടിപൊളിയായിട്ട് ആ സെക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഐസൊലേഷൻ റൂം. ഇപ്പൊ എന്താണ് കോവിഡ് വന്നപ്പോ അല്ലെ ആളുകൾ ഐസൊലേഷൻ റൂമുകളിൽ അല്ലെ, ചിലപ്പോ എന്താണ് ഹോസ്പിറ്റൽ ഐസൊലേഷൻ റൂമിൽ കിടത്തി, അതല്ലാതെ വീടുകളിൽ തന്നെ അല്ലെ സെപ്പറേറ്റ് റൂമിലൊക്കെ അല്ലേ അവരെ കിടത്തിയത്. നമ്മ കൂടെ മിങ്കിൾ ചെയ്യാനൊക്കെ അനുവദിച്ചോ? കൊറോണയുടെ ഫസ്റ്റ് ടൈമില്, പീക്ക് ടൈമില് വീട്ടിൽ ആർക്കെങ്കിലും വന്നിട്ടൊക്കെ എന്തെങ്കിലും അറിയാൻ പറ്റും, അവരെന്ത് ചെയ്യാൻ നമ്മുടെ ഒരു സെപ്പറേറ്റ് റൂമിലാണ് കിടത്തി. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വീടിന്റെ മുകളില് സ്ഥലം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുകയൊക്കെ ചെയ്തത് അല്ലേ? ആ, അങ്ങനെയാണ് ഐസൊലേഷൻ റൂംസ് ഉണ്ടാവും. പിന്നെ ഡീകണ്ടാമിനേഷൻ ഏരിയാസ്. ഡീകണ്ടാമിനേഷൻ ഏരിയാസ് അണുവിമുക്തമാക്കിയ ഏരിയ. എന്താണ് അണുക്കളുടെ പ്രസൻസ് ഒന്നുമില്ലാതെ അണുവിമുക്തമാക്കിയ ഏരിയാസ്. ഈ വാക്സിനേഷൻ റൂമൊക്കെ കുട്ടികൾക്ക് വാക്സിനേഷനൊക്കെ കൊടുക്കുന്ന ഏരിയ, അതൊക്കെ ഡീകണ്ടാമിനേഷൻ ഏരിയാസ് ആണ്. പിന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, എന്താണ് ആളുകൾക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത വിധം അണുവിമുക്തമാക്കുന്ന ഏരിയ. ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഏരിയാസ്, അതൊക്കെ എന്താണ് ഡീകണ്ടാമിനേഷൻ ഏരിയയാണ്. സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, സ്റ്റോറേജ് എക്യുപ്മെന്റ്സുകൾ, മെഡിസിൻസ്, മറ്റേ കോട്ടൺസ്, മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയാസ്. ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റീസ്, ക്ലീൻ ആയതും ഉപയോഗിച്ചതുമായ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് എന്താണ് സിറിഞ്ചുകൾ അല്ലെങ്കിൽ കോട്ടൺസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചതുണ്ടാവും, ഉപയോഗിക്കാത്തതുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ വേർതിരിച്ച് യൂസ് ചെയ്തതും യൂസ് ചെയ്യാത്തതുമായ സാധനങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കുന്ന സ്ഥലം. ക്ലിയർ ആയോ? ക്ലീൻ ആയതും ഡേർട്ടി ആയതും അഴുക്കായതും ഉപയോഗിച്ചതുമായ സാധനങ്ങള് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന ഏരിയ. ലിനൻ റൂംസ്. ലിനൻ റൂംസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുകളിലേക്ക് ആവശ്യമായ അല്ലെങ്കിൽ എമർജൻസി സെക്ഷനിലേക്ക് ആവശ്യമായ ക്ലോത്ത്സുകൾ, ബെഡ്ഷീറ്റുകൾ, പില്ലോ കവേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയ ലിനൻ റൂം. മൊബൈൽ എക്യുപ്മെന്റ്സ് ബേസ്ഡ് ലൈക്ക് ട്രോളി, വീൽ ചെയേഴ്സ്. മൊബൈൽ എക്യുപ്മെന്റ്സ് എന്താണ്?
ഇങ്ങനെ ട്രോളി വീൽ ചെയേഴ്സ് വെക്കാം, ഉരുട്ടിക്കൊണ്ട് പോകുന്ന. പിന്നെ മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് എന്താണ്? പോർട്ടബിൾ ആയിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ എക്യുപ്മെന്റ്. എന്താണ്? ഒരു പേഷ്യന്റ് കിടക്കുന്ന സ്ഥലത്ത് തന്നെ എക്സ്റേ മെഷീൻ എന്താണ് താഴെ കയറൊക്കെ വെച്ച് കാണുന്നുണ്ട് അല്ലെ, അങ്ങനെയുള്ള എക്സ്റേ മെഷീൻ ആണ് മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ്. ക്ലിയർ ആയോ? പോർട്ടബിൾ ആയിട്ടുള്ള എന്താണ്? നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന എക്സ്റേ മെഷീൻ, എക്സ്റേ എക്യുപ്മെന്റ്. നെക്സ്റ്റ് ക്ലീനേഴ്സ് റൂം. ക്ലീനേഴ്സ് റൂം എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് ആവശ്യമായ ഡിറ്റർജൻസ്, പൗഡേഴ്സ്, ലിക്വിഡ്സുകള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയ. ലിനൻ റൂം. ലിനൻ റൂം എന്ന് പറഞ്ഞാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ ബെഡ്ഷീറ്റുകള് അല്ലെ, രോഗികളെ കൊണ്ടുവന്ന് കിടക്കുമ്പോ ബെഡ്ഷീറ്റ് ഒക്കെ വേണ്ടേ, അങ്ങനെയുള്ള ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, ലിനൻ ക്ലോത്ത്സുകള് സൂക്ഷിക്കുന്ന ഏരിയ. ക്ലിയർ ആയോ? അതർ ഏരിയാസ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആരെന്തൊന്നും പറയാത്തെ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ് കയറുമ്പോൾ ചോദിച്ചാൽ. ലൈൻ റൂം ഒന്നോട് പറയോ? ലിനൻ റൂം എന്ന് പറഞ്ഞാല് എമർജൻസി ലൈൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റൂം അല്ല മാഡം, LINEN ലൈൻ റൂം. അത് ലിനൻ റൂമാണ്. ഓക്കെ മാം. എട്ടാമത്തെ പറയുന്നേ ടോം. മൊബൈൽ എക്യുപ്മെന്റിന്റെ മണ്ടല് കിടക്കുന്നത് അതല്ല ലിനൻ റൂമാണ്. എന്ത്? LINEN ലിനൻ റൂം. ഓക്കെ ഓക്കെ. ക്ലോത്ത്സുകള്, നമ്മുടെ ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ ഡൺ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss. Thank you, ma'am. Thank you, Miss. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.